St. Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. St. Jose Central School. വാണിയംകുളം ചോറൂട്ടൂർ തെക്കുമുറി പ്രദേശത്ത് റെയിൽവേ സുരക്ഷാ നടപടിയുടെ ഭാഗമായി വഴിയടച്ച് മതിൽ കെട്ടി നിർമ്മാണം നടത്തുവാനുള്ള റെയിൽവേ തീരുമാനം പ്രദേശവാസികൾക്ക് ദോഷകരമാകാത്ത വിധത്തിലാകണമെന്ന് ബിജെപി. പ്രദേശത്തെ 75 കുടുംബങ്ങൾക്കുള്ള ഏക യാത്രാ മാർഗമാണിത്. വഴി നഷ്ടമാകുന്ന വിധത്തിൽ റെയിൽവേ മതിൽ കെട്ടിയാൽ ആളുകൾ വഴിയില്ലാതെ ദുരിതത്തിലാകും. ഒരു ഭാഗത്ത് റെയിൽവേ മതിലും മറുഭാഗത്ത് ഭാരതപ്പുഴയുമാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കിടപ്പു രോഗികൾ വരെ പ്രദേശത്തുണ്ട്. ബിജെപി ജില്ലാ പ്രസിഡന്റ് യു വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വാണിയംകുളം പഞ്ചായത്തിൽ നികുതി അടയ്ക്കുന്ന പ്രദേശവാസികൾക്ക് വേണ്ടുന്ന സഹായം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും MLAയും ഇടപെടണമെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഏക വഴിയായ റോഡ് നിലനിർത്തിക്കൊണ്ട് ബദൽ നിർദ്ദേശം റെയിൽവേയുടെ മുന്നിൽ വയ്ക്കുവാനും ഉദ്യോഗസ്ഥർ, റെയിൽവേ മന്ത്രി എന്നിവരെ നേരിട്ട് കാണുവാനും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ബിജെപി മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, AP പ്രസാദ്, സുനിൽ കുമാർ, കൃഷ്ണപ്രസാദ്, വിജയരാഘവൻ, CV രവീന്ദ്രൻ എന്നിവർ വേണുഗോപാലിനൊപ്പം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാരെയും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ മിനിസ്റ്ററെയും നേരിട്ട് കാണാനും അവരുടെ മുന്നിലെ ഒരു ബദൽ നിർദ്ദേശം, സാധാരണ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ജനങ്ങൾ തന്നെ പകരം ഒരു നിർദ്ദേശം കൂടി പറയുന്നത്, റെയിൽവേക്ക് ബുദ്ധിമുട്ടില്ലാതെ റെയിൽവേയുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം, ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് തടസ്സം ഉണ്ടാവാനും പാടില്ല. അതിന് ബദൽ നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശവുമായിട്ട് ഞങ്ങൾ എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും നേരിട്ട് കാണാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും, 100% ഒപ്പം ഉണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരു ഉറപ്പ് നൽകുക. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ. അതിലെങ്ങനെയാണോ ഭക്ഷണവും വെള്ളവും വസ്ത്രവും എങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ മൗലികാവകാശം, അതുപോലെ തന്നെ യാത്രാ സൗകര്യവും. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം പറയുകയല്ലെങ്കിലും പഞ്ചായത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇടപെടലുകൾ ഉണ്ടാവേണ്ടതാണ്. ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പഞ്ചായത്തിന് നികുതി കെട്ടുന്നുണ്ട്, അതേപോലെ തന്നെ വില്ലേജിന് നികുതി കെട്ടുന്നുണ്ട്. അത്തരം സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കാലങ്ങളായിട്ടുള്ളൊരു സ്ഥലവുമുണ്ട്. അത് തടസ്സപ്പെടുമ്പോൾ അതൊരു ബദൽ പരിഹാര മാർഗവും ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്ന ആളുകൾ മുൻകൈ എടുക്കുമ്പോൾ ഒന്നുകൂടി ഉണ്ടാവുന്നവരെ അവർ മുൻകൈ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവരെടുത്തിട്ടില്ല. എന്തായാലും ഇതിന് നമ്മൾ മറ്റു രാഷ്ട്രീയമൊന്നും നമ്മളിതിൽ കാണുന്നില്ല. ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. അതോടൊപ്പം റെയിൽവേതായുള്ള നിയമങ്ങൾ പാലിക്കുകയും വേണം. അതുകൊണ്ടാണ് അവരൊരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ ആ ബദൽ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കാണും. 100% ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ന്യൂസ് ഡെസ്ക് CCV.